മെയിനായിട്ട് ഉള്ളത് വഴിയുടെ പ്രശ്നമാണ്. ഒരു വണ്ടി പോകുന്നൊരു വഴി വേണം. പിന്നെ ഈ പോസ്റ്റില് ലൈറ്റ്, അത് രണ്ടും വേണം. അത് രണ്ടും പിള്ളേരാണെങ്കിൽ പിന്നെ സന്ധ്യ ആകുമ്പോഴത്തേക്കൊക്കെ വരുന്നത് ട്യൂഷൻ കഴിഞ്ഞ്. അവിടെ ആണെങ്കിൽ ഒരു കുഴിയുണ്ട്. കുഴിയെന്ന് പറഞ്ഞാൽ ഒരു കിണർ കുഴിയാ അത്. അതാ പിന്നെ പട്ടികളൊക്കെ വന്നാ പിള്ളേർ പേടിച്ച് ഓടത്തില്ലേ, പേടിച്ച് കുഴിയിലെങ്ങനെ വീണ നമ്മളെന്തിര്, നമ്മളറിയത്തില്ല. അങ്ങനെ അവിടെ ഭയങ്കര ഇരുട്ടാ. അവിടെ ഇവിടെ ഇരുന്നവരടുത്ത് പിന്നെ ബാക്കിയുള്ളവരടുത്ത് എല്ലായിടത്തും പറഞ്ഞ് നമ്മൾ ഈ വഴിയൊന്ന് വൃത്തിയാക്കി തരണം, പിന്നെ ഒരു വിളക്ക് ലൈറ്റ് ഇട്ട് തരണം എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു വാഗ്ദാനമൊക്കെ തന്നിട്ടേ ഉള്ളു. അത് ചെയ്യും, പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യും. അപ്പൊ നമുക്ക് ഈ തെരുവുകളൊക്കെ കത്തണം, നമുക്ക് ഒരു വാഹനം ഇവിടെ വരണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ജനകീയമായ ഇത്തരം വിഷയങ്ങൾ കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മെമ്പർ തെരഞ്ഞെടുക്കപ്പെടട്ടെ. അത് തന്നെ ശരിയാണ്. ഈ 10-ാം തീയതി പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ എന്ത് നോക്കിയാണ് ചേട്ടൻ വോട്ട് ചെയ്യുന്നത്? ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്ന തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് വ്യക്തിത്വം പേഴ്സണലായിട്ട് നോക്കും. എസ്പെഷ്യലി പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ആ പുള്ളിയുടെ ഒരു ബാക്ക് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടേഷൻ നോക്കും. മെയിനായിട്ടുള്ളത് കറപ്ഷൻ ചെയ്യാത്ത ഒരാളായിരിക്കണം. പബ്ലിക്കുമായിട്ട് സഹകരിച്ച് അവരുടെ പ്രോബ്ലങ്ങൾ മനസ്സിലാക്കി അത് പഞ്ചായത്തിൽ പോയി അവതരിപ്പിച്ച് അവരുടെ പരിഹാരങ്ങൾ തീർത്തു കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും ഞാൻ വോട്ട് കൊടുക്കുന്നത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മെമ്പർ എങ്ങനെയുള്ള ഒരാളായിരിക്കണമെന്നാണ് ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട്? ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരാളായിരിക്കും. ആൾക്ക് മുഖം നോക്കി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. റൂൾ എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെമ്പർ. ഇപ്പം ആ മെമ്പറെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാനും വേറെ ആളുകൂടെ അടുത്തുണ്ട്, എന്നെ ആ മെമ്പർക്ക് പരിചയമുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറയാൻ ഉടനെ അത് ചെയ്ത് അടുത്ത വീട്ടിലെ ആൾക്ക് പരിചയമില്ല, അവരെ വിളിച്ചു പറഞ്ഞാൽ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള മെമ്പർ ആയിരിക്കും. എല്ലാവരോടും സഹകരിച്ച് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളെ ഉള്ളു പബ്ലിക്കിന് ഇവരോട് ആവശ്യപ്പെടാനുള്ളത്. ഒന്നുകിൽ വെള്ളം വരുന്നില്ല, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഇതൊക്കെ തന്നെ അവരോട് പറയാനുള്ളത്, വേറെ ഒന്നും അവരോട് പറയാനില്ല. അതൊക്കെ അവർ അറിഞ്ഞ് ചെയ്യുക. ഇത്രയും മാത്രമേ നമ്മൾ മെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർക്ക് അവിടെ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാനുണ്ടോ? അതായത് നാടിന്റെ വികസനം എന്നുള്ള നിലയിൽ ഇനി പൂർത്തീകരിക്കേണ്ട എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ? വികസന പ്രവർത്തനത്തിൽ ഞാനീ താമസിക്കുന്ന ഏരിയയിൽ മെയിനായിട്ടുള്ള ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡിന്റെയാണ്. ആ റോഡ് ഇപ്പോൾ പണി തുടങ്ങി, എനിക്ക് വന്ന പകുതി വരെ അത് ചെയ്യുന്നുള്ളൂ, ബാക്കി അവർ ചെയ്യുന്നില്ല. അത് എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തന്നാൽ കൊള്ളാം. പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇപ്പോഴില്ല, മഴക്കാലമായത്. ഈ ചൂട് സമയം ആയിക്കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ വെള്ളത്തിന്റെ പ്രോബ്ലം അവർ പരിഹരിച്ചു തരണം. ആ ഒരു രണ്ട് കാര്യം എനിക്ക് അവരോട് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ തെരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. യെസ്, അങ്ങനെ തന്നെ. താങ്ക് യു. താങ്ക് യു. എന്താണ് പേര്? ബീന. ഈ 10-ാം തീയതി നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമല്ലോ. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? നമ്മളൊരു മെമ്പറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ മെമ്പർ എങ്ങനെയുള്ള ഒരു മെമ്പർ ആയിരിക്കണം? പൊതുവായി വരുന്ന നല്ലൊരാളായിരിക്കണം. അതെ. അപ്പോ നമ്മുടെ നാടിന്റെ വികസനത്തിനും നമ്മുടെ നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ടുകൾ കേട്ടറിഞ്ഞ് വന്ന് നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ആയിരിക്കണം വരണ്ടേ. മക്കുവിന്റെ കണക്കുള്ള ഒരാളായിരിക്കണം, നല്ല ആളാണ്. മക്കുവിന്റെ കണക്ക് ആരും പറ്റൂല. നമ്മള് ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പൊ അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി വരട്ടെ. ശരിയാണ്. അമ്മയുടെ പേരെന്താണ്? പൊടിച്ച്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ.
അമ്മ എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്? നമുക്ക് ഓരോ കാര്യങ്ങള് കിട്ടണം. ഇങ്ങനെ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ വീടായാലും കുടിവെള്ളമായാലും നമ്മളെ റോഡായാലും നമുക്ക് ആവശ്യം തന്നെ. എങ്ങനെയുള്ള ഒരു മെമ്പർ ആയിരിക്കണം പുതുതായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത്? ഞങ്ങളോട് സഹകരിക്കുന്ന മെമ്പറായിരിക്കണം. ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം തന്നെ പറഞ്ഞാല് എടുത്താല് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. അതേ ഉള്ളൂ നോട്ടം. എന്തായാലും 10-ാം തീയതി വോട്ട് ചെയ്യാൻ പോകുമല്ലോ. പോകും. എന്ത് അവസരം ഉണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ പോകും. ശരി, എന്നാ ആകട്ടെ. എന്താണ് പേര്? എന്റെ പേര് വസുമതി. ഈ 10-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അതെ. അപ്പൊ പുതുതായി വരുന്ന മെമ്പർ എങ്ങനെയുള്ള ഒരു മെമ്പർ ആയിരിക്കണം? അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാത്ത ഒരു മെമ്പർ ആയിരിക്കണം. ഒരു വ്യക്തി ഒരു ആവശ്യം പറഞ്ഞാൽ അത് പരിഹരിച്ചിരിക്കണം. അതിന് തന്റെ ഇടമുള്ള ഒരു മെമ്പറായ ഈ വാർഡിന് വേണ്ടുന്നത്. അല്ലാതെ അവരവരുടെ കാര്യം നോക്കുന്നേ അല്ല. പിന്നെ അറിയാമല്ലോ, ഞാൻ 79 മുതൽ പഞ്ചായത്തില് ബ്ലോക്കില് ഒക്കെ സഹകരിച്ച ഒരു വ്യക്തിയാ. വയോജന വിദ്യാഭ്യാസത്തിന്റെ മുൻഗണനയിൽ നിന്ന ഒരു വ്യക്തിയാ. ഞാൻ പലതും അനുഭവിച്ച് പറഞ്ഞിട്ട് ചെവി കൊള്ളാത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ഉപദ്രവങ്ങളും ഞാൻ സഹിച്ച് ആരോടും പറയാതെ ഇങ്ങനെ പോവുക. അത് പറഞ്ഞാലും പറയാതെ നിങ്ങളാരും അറിയാൻ പറ്റത്തില്ല. പറയണമെന്ന് താല്പര്യവും ഇല്ല. അതുകൊണ്ട് വരുന്നത് ഒരു ശക്തിയുള്ള ആളായിരിക്കണം. സ്വന്തം ശക്തിയല്ല, നാടിന്റെ ജനങ്ങളുടെ ബുദ്ധിമുട്ടറിഞ്ഞു പോകുന്ന ഒരു, പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതാണ് വേണ്ടത്. ഇനി നമ്മളെ ഈ വാർഡിൽ എന്തെല്ലാം വികസനത്തിന് ഒരു മുൻഗണന കൊടുക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്? അത് മുൻഗണന എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ ഈ അടുത്ത സമയത്താണ് ഇവിടെ താമസം തുടങ്ങിയതിന് ശേഷമുള്ള ഉപദ്രവങ്ങളൊക്കെ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് ആ രീതിയിൽ ഒരു കാര്യം പറഞ്ഞാൽ സഹകരിക്കണം, മനസാക്ഷി ഉണ്ടാവണം. പിന്നെ അവിടെ ഒരു റോഡ് വഴി അത് പറഞ്ഞ് മറ്റേ മെമ്പർ നല്ല ഇതായിട്ട് സഹകരിച്ച് നിന്നതാണ്. അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ശരിയാക്കി തരും എന്ന് പറഞ്ഞ് മാറി. ഇനി ഇപ്പം വരുന്നവർക്കുള്ള രീതിയാണ് അറിയേണ്ടത്. കയറി കഴിയുമ്പോൾ വെള്ളം കുടിച്ച് മുഖം തുടച്ചിച്ച് പോകുന്ന ഒരു സ്വാഭാവിക ആകരുത്. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, 79 മുതൽ 95 വരെ ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷരതാ പ്രവർത്തനം ഈ രീതിക്ക് സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നതാ. അതിൽ നിന്ന് വിരസത വന്നതിന്റെ പേരിൽ മാറിയത്. അപ്പോ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പുതിയ മെമ്പർ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതാണ് വരണം, അതാണ് വേണ്ടത്. അല്ലാതെ മനസ്സിലായല്ലോ, അതല്ല വേണ്ടത്. ജനങ്ങളോട് സഹകരിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് എല്ലാവരും കൂടെ കൂടിച്ചേർന്നെങ്കിലേ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾ വിചാരിച്ചാൽ പറ്റത്തില്ല. പക്ഷെ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ആത്മാർത്ഥതയാണ് വാർഡിന്റെ വികസനം. മനസ്സിലായല്ലോ. നേതാക്കന്മാർക്കുള്ള അത് സംഭാഷണം വേണം. എല്ലാവരും ഒത്തൊരുമിച്ചേ പറ്റുള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എഴിച്ച് ചാടി ഓടുന്ന ആയിരിക്കരുത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, അത് പരിഹരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടുന്ന സഹായം ഉണ്ടാവണം. അതാണ് വാർഡിന്റെ വികസനം.